കൊന്നിച്ചിവ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എസ്ട്രോകോമിക്. നമ്മൾ ഇന്ന് ഡീമൺ സ്ലെയറിന്റെ ചാപ്റ്റർ 192 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി ഡീമൺ സ്ലെയറിന്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. സോ ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു 100 വട്ടം ആരെങ്കിലും ഒരാൾ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടൊരു ഫോം കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കുറെ അധികം ചേഞ്ചസ് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു സ്വപ്നം പോലെയാണ് എല്ലാം കണ്ടെങ്കിലും എനിക്ക് കുറെ അധികം കാര്യങ്ങൾ മനസ്സിലാക്കി. ഒരു കൈ കൊണ്ടും കാലുകൊണ്ടും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല തെറ്റുകളും മനസ്സിലാക്കി. അതേപോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല യൂസ്ലെസ് ആയിട്ടുള്ള മൂവ്മെന്റ്സും മനസ്സിലാക്കി. യൊറീച്ചി എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. സുമിയോഷിയുടെ ഭാര്യ ആ സൺ ബ്രീത്തിങ് ഫോം എന്ന് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വേറെ ഒന്നും ആലോചിക്കാതെ അത് കാണിച്ചു കൊടുത്തു. അങ്ങനെ സുമിയോഷി അത് കാണുകയെ ഒരു ചെറിയൊരു ഭാഗം പോലും വിടാതെ പുള്ളിക്കാരൻ അത് ഓർത്തു വെക്കുകയും ചെയ്തു. സൺ ബ്രീത്തിങ് എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ്. അത് കാണുന്നിടത്ത് തന്നെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം മറന്നുപോകും. എനിക്ക് ഇത് കഴിഞ്ഞാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ കാഗുറ ഡാൻസ് ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ പാരമ്പര്യമായിട്ട് വന്നതെന്ന്. യൊറീച്ചി തന്റെ വാള് വീശുമ്പോൾ ഒരു മനുഷ്യനാണെന്ന് പോലും തോന്നത്തില്ല. അത്ര ഭംഗിയായിട്ടാണ് പുള്ളിക്കാരൻ അത് ചെയ്യുന്നത്. യൊറീച്ചിയുടെ വീണ്ടും വരാൻ അവർ ആവശ്യപ്പെട്ടു. പക്ഷെ യൊറീച്ചി പോകുന്നതിന് മുമ്പ് പുള്ളിക്കാരന്റെ ഇയർ റിങ്സ് നമ്മുടെ സുമിയോഷിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സുമിയോഷിക്ക് ഒരു കാര്യം മനസ്സിലായത്. അതായത് യൊറീച്ചി ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. പുള്ളിക്കാരൻ തിരിഞ്ഞ് നടന്നപ്പോൾ പുള്ളിക്കാരന്റെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സുമിയോഷി വിങ്ങി പൊട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, യൊറീച്ചി നീ രക്ഷിച്ച 3 ആത്മാക്കളാണ് ഞങ്ങൾ. നിന്റെ ടെക്നിക്ക് ഒരിക്കലും ഞാൻ വെറുതെ ആകാൻ സമ്മതിക്കത്തില്ല. അത് ഞാൻ ഫ്യൂച്ചറിന് വേണ്ടി മാറ്റിവെക്കും. യൊറീച്ചി നീ ഒരിക്കലും മൂല്യമില്ലാത്ത ഒരാളല്ല. നീ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അത് മാത്രമല്ലാതെ നീ കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. യൊറീച്ചി വരാനിരിക്കുന്ന എന്റെ തലമുറക്ക് ഞാൻ സൺ ബ്രീത്തിങ് പഠിപ്പിച്ചു കൊടുക്കുകയും നീ തന്ന ഈ ഇയർ റിങ്സ് കൊടുക്കുകയും ചെയ്യും. അത് ഞാൻ നിനക്ക് വാക്ക് തരുന്നു. പുള്ളിക്കാരനപ്പ ചെറുതായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് നന്ദി പറയുന്നുണ്ട്. അപ്പൊ താഞ്ചിറോ പറയുന്നുണ്ട്, യൊറീച്ചി അത് എന്റെ ലൈനാണ്, ഞാനാണ് നിനക്ക് നന്ദി പറയേണ്ടത്. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജനിക്കത്ത് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനാണ് നിനക്ക് നന്ദി പറയേണ്ടത്. നീ അന്ന് തമയോസാനെ വെറുതെ വിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് മൂസാനെ കിട്ടത്ത് പോലും ഇല്ലായിരുന്നു. തമിയാസിന്റെ ഹെൽപ്പുള്ള കാരണമാണ് മൂസാൻ ഇങ്ങനൊരു അവസ്ഥയിൽ ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ നീ പകർന്നു കൊടുത്ത സൺ ബ്രീത്തിങ് കാരണമാണ് എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത്. 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സൺ ബ്രീത്തിങ്ങിന്റെ ഓരോ ഫോമും ഇപ്പോഴും അറിയാവുന്നതിന്റെ തെളിവാണ്. ഈ 12 ഫോമും നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതേപോലെ ഈ 13ാമത്തെ ഫോം ഉണ്ടെന്ന് കൂടി ആ ഹാഷിറ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി അധികം ചിന്തിക്കുകയും ചെയ്തു. അച്ഛൻ പറയുന്ന വെച്ച് നോക്കാൻ നിർത്താതെ നമുക്ക് കുറെ നേരം ഇത് ചെയ്തുകൊണ്ടേയിരിക്കാം. അതുമാത്രമല്ലാതെ എന്റെ അച്ഛൻ രാത്രി മുതൽ രാവിലെ വരെ അത് നിർത്താതെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ നിമിഷത്തിൽ മുസാന്റെ ഈ ബോഡി കാണാൻ നിർത്തി എനിക്കൊരു ഉറപ്പ് കിട്ടുന്നുണ്ട്. ആ 12 ഫോംസും നിർത്താതെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞാൽ ആ 13ാമത്തെ ഫോം എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് മുസാന്റെ അറ്റാക്സ് ഓരോന്നും ഞാൻ ഡോഡ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ്റെ തലച്ചോറുകൾ ഹൃദയങ്ങൾ ഞാൻ മുറിച്ചുകൊണ്ടേയിരിക്കും. ഓരോ ഫോംസും ഞാൻ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കറിയാം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ നരകം തന്നെ കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് ചെയ്യും. ചേച്ചിനെ അച്ഛനൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് അവരുടെയൊക്കെ കഴിവിൻ്റെ ഒരു അംശം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ലാതെ രാവിലെ വരെ ജീവിച്ചിരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇനി മുസാൻ എങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഡിഫെൻഡ് ചെയ്യുമെന്ന് പോലും എനിക്കറിയാൻ. അത് മാത്രമല്ലാതെ എങ്ങനെ യൊറീച്ചിക്ക് സാധിക്കാത്തത് എങ്ങനെ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയാൻ മേല. എങ്കിലും എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി ഞാൻ ഇവിടെ നോക്കും. എന്നിട്ട് നമ്മുടെ റെങ്കോക്കിന്റെ ഡയലോഗും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നിടത്ത് മുസാൻ അപ്പം തന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പോകും. അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങുവാണ്. ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് താഞ്ചിറോ ചെറിയൊരു ഗ്യാപ്പ് കണ്ടുപിടിക്കും. എന്നിട്ട് അവിടേക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മുസാൻ അത് വീണ്ടും ഡോട്ട് ചെയ്തിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന നേരത്ത് താഞ്ചിറോയുടെ സ്ഥാനത്ത് യൊറീച്ചിനെ മുസാൻ കാണും. അത് കണ്ട് പേടിക്കുന്നുണ്ട്. എന്നിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ ബാക്കിയുള്ള ഹാഷിറാസിനൊക്കെ ഡിഫീറ്റ് ചെയ്ത പോലത്തെ ഒരു അറ്റാക്ക് ചെയ്യും. നമ്മുടെ താഞ്ചിറോയ്ക്ക് അത് നന്നായിട്ട് തന്നെ ഏൽക്കുകയും ചെയ്യും. പക്ഷെ പുള്ളിക്കാരൻ വിട്ടുകൊടുക്കത്തില്ല. എനിക്കിപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് എല്ലാവരും തോറ്റതെന്ന്. ഇവന്റെ മുതുകത്ത് 9 വള്ളികളുണ്ട്. അതേപോലെ ഇതിന് 2 കൈകളും ഉണ്ട്. അവന്റെ മുതുകത്തുള്ള 8 വള്ളികൾ കൊണ്ട് അവൻ നിർത്താതെ അറ്റാക്ക് ചെയ്തു. ആരും പ്രതീക്ഷിക്കാത്ത അത്രയും സമയത്ത്. മുസാൻ എന്ന് പറയുന്നത് തന്നെ ഒരു ക്രീച്ചറാണ്. അവനൊരു ഷേപ്പ് പോലും ഇല്ല. മുസാൻ എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് താഞ്ചിറോ നമ്മുടെ മുസാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ സൺ ബ്രീത്തിങ്ങിന്റെ ഓരോ ഫോമും കണക്ട് ചെയ്യാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ 3 കണക്ട് ചെയ്യാൻ നിർത്തി തന്നെ മുസാൻ താഞ്ചിറോനെ അറ്റാക്ക് ചെയ്ത് പുള്ളിക്കാരൻ തീർച്ച മാറുന്നുണ്ട്. അപ്പൊ താഞ്ചിറോക്ക് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെയാണ് ഓരോന്നും കണക്ട് ചെയ്തെടുക്കേണ്ടതെന്ന്. യൊറീച്ചി ഇതുപോലെ തന്നെയല്ലേ ഓരോന്നും കണക്ട് ചെയ്തെടുക്കേണ്ടത്. എനിക്ക് ഇപ്പം മനസ്സിലായി. അടുത്ത പ്രാവശ്യം ഞാൻ ആ 12 ഫോംസും ഒരേപോലെ കണക്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ 192 ഇവിടെ അവസാനിക്കുന്നത്.